ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്ക് കടന്നു വരുന്നത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വചനമാണ്. എല്ലാവരും എടുക്കാം. സിറാഖ് ചാപ്റ്റർ 3 വേഴ്സ് 22. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക, നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ടാണ്. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി നീ ചിന്തിക്കണം, നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. അപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എന്താണെന്ന് ചെറിയ ഒരു സന്ദേശം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ബോധ്യം തരികയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇത്തിത്താനം പള്ളിയിൽ ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞ് വന്ന് ഇവിടെ ആൾക്കാർ വന്നിരുന്നു. അവർ പലരെയും മീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ദൈവവചനം പറയാൻ വീണ്ടും കയറിയിരിക്കുന്നത്. ഈ ഡോക്ടർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ടീമിലേക്ക് വചനം പറയാൻ വരുന്ന ആൾ തന്നെയാണ്. തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കാം അദ്ദേഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളെയും. അതുപോലെ നമ്മുടെ കുഞ്ഞോൻ ബ്രദറിനെ സമർപ്പിക്കാം. മാർട്ടിൻ ബ്രദർ കയറിയിട്ടുണ്ട്. ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കാം. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. അതെന്താണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നീ ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. മറഞ്ഞു കിടക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും എനിക്ക് ആവശ്യമുള്ളതല്ല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിട്ടാൽ പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ നമ്മൾ നിരാശരായി തോൽവി സംഭവിച്ച് പിന്നോക്കം പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പലയിടങ്ങളിലും. കാര്യം ആവശ്യമില്ലാത്ത കാര്യമാണ്, നിഗൂഢമായ കാര്യം. അവിടെ നമ്മൾ തലയിട്ട് ചെകഞ്ഞ് അത് കണ്ടുപിടിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നിരാശയിൽ പോവുകയും നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ തോൽവി സംഭവിച്ച് പിന്നോക്കം പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കളും ജനറേഷനും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് തന്നെ അറിയാം, ലയോ 14 മാർപ്പാപ്പ മാതാവിനെ കുറിച്ച് മാതാവ് ദൈവമല്ലെന്നും, അത് സത്യമല്ലേ, പണ്ടുപോലെ സഭ പഠിപ്പിക്കുന്നില്ല മാതാവ് ദൈവമാണെന്ന്. പക്ഷേ കരസ്മാറ്റിക്കും നവീകരണത്തിൽ വന്ന ചില മരിയം ഭക്തക്കാര് അതൊക്കെ വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് സഭയുടെ പഠനമല്ല. അത് കൂടിക്കൂടി വരുന്നു. യേശുവിന്റെ നാമം എങ്ങും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഇന്ന് മാർപ്പാപ്പ, ഇതിനു മുമ്പുള്ള മാർപ്പാപ്പമാരും ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് കൂടിക്കൂടി, മരിയഭക്തി കൂടിക്കൂടി വരുന്തോറും യേശുവിനോടുള്ള അടുപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവര്, മാതാവ് അല്ലെങ്കിൽ മറിയം എന്ന് പറയുന്നത് മനുഷ്യ സ്ത്രീയാണ്, ദൈവമല്ല. രണ്ടാമത് കൃപകളുടെ നാഥ എന്ന് പറയുന്നത് കൃപകളുടെ നാഥയല്ല, കൃപം ദൈവത്തിൽ നിന്ന് വരുന്നതാ. അതാരും നേടിയെടുക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് എഫേസ്യർ 2:8. കാര്യം വിശ്വാസം വഴി ദൈവകൃപയാലാണ് നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നത്. അത് ആരും നേടിയെടുക്കുന്നതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഇതൊരിക്കലും അതിന്റെ ഉത്ഭവം പരിശുദ്ധ മറിയമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കരുതെന്നല്ല അതിന്റെ കാര്യം. പക്ഷെ ദൈവമല്ല, യേശു ക്രിസ്തുവാണ് ഏക മധ്യസ്ഥനെന്നും അത് നമ്മുടെ ഈ കൂട്ടായ്മ പല പ്രാവശ്യം ഞാൻ പറയാറുണ്ട്. നമ്മൾ കൂടുതൽ കൊന്ത ചൊല്ലി മാതാവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ യേശുവിന്റെ യാതൊരു ഇതുമില്ല. ഞാൻ ഇന്ന് ഞങ്ങളുടെ ഇടവകയിലും അതാ ധ്യാനിപ്പിച്ച് ഒരുപാട് മക്കൾ ഇന്ന് കടന്നു വന്നിരുന്നു. ശരിയായ ബോധ്യം, ഞാൻ ഇന്നോളം പ്രസംഗിച്ചിരിക്കുന്നത് മുഴുവനും ഞാൻ യേശുവിന്റെ കാര്യങ്ങളാണ്. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സഭയുടെ പഠനത്തിന്റെ രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതും. പക്ഷേ നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ പറയും ഉടമ്പടിയും കൃപാസനവും ഒക്കെ, അങ്ങനെ ഒരു മാതാവൊന്നുമില്ല, കൃപാസന മാതാവെന്നൊന്നും. നമ്മൾ അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പൊ ശരിക്കും പൈശാചി ആരാധകരായിട്ട് മാറുക. യേശു പോലും ദൈവവചനം പഠിപ്പിക്കുന്ന മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാൾ ഉചിതം ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. അപ്പൊ ഇത് നിഗൂഢമായി കിടക്കുന്ന പല കാര്യങ്ങളും സഭയിലുണ്ട്. അതുകൊണ്ട് സഭ ഇപ്പോൾ ഓരോന്നോരോന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാര്യം സഭ മക്കളെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. യേശുവിന്റെ നാമം എങ്ങും ഉച്ചരിക്കുന്നില്ല. യേശു ഏക രക്ഷകനാണ്. പരിശുദ്ധ മറിയം രക്ഷകനല്ല. രക്ഷ പരിശുദ്ധ അമ്മയിൽ കൂടി അല്ല വരുന്നത്. ഇനി അമ്മയോട് പ്രാർത്ഥിച്ച് ലഭിച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും വിഡ്ഢിത്തരം പറയരുത്. അമ്മയല്ല അവിടെ തരുന്നത്. പരിശുദ്ധ മറിയം എപ്പോഴും പറയുന്ന അവൻ പറയുന്നത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. പരിശുദ്ധ മറിയം ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിച്ചവളാണ്. അതുകൊണ്ട് പരിപൂർണമായിട്ട് ദൈവസന്നിധിയില് യേശു ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കണം. വെറും യേശു അല്ല, യേശു ക്രിസ്തു. നിങ്ങൾക്കായിട്ട് ദാവീദിന്റെ പട്ടണത്തിലെ
ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു എന്നാ പറഞ്ഞ. യേശു മനുഷ്യനാണ്, പൂർണ്ണ മനുഷ്യനായി ജീവിച്ച് പൂർണ്ണ മനുഷ്യനായി തന്നെ മരിക്കുകയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്തു അദൃശ്യമായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ പറഞ്ഞ, നീ ദൈവമാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിച്ചിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടും മനുഷ്യനായി അതേ കുരിശുമരണം അതുവരെയും ദൈവമായിട്ട് തന്നെ മനുഷ്യനായിട്ട് തന്നെ ജീവിച്ചു മരിച്ചു അടക്കം ചെയ്തു. പക്ഷേ ഉയർത്തെഴുന്നേറ്റിട്ട് ക്രിസ്തുവാണ് ഏകരക്ഷകൻ. കർത്താവായ യേശു ക്രിസ്തുവാണ് വിശ്വാസത്തിന്റെ നാഥൻ എന്ന് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ വിശ്വാസികളോട് എത്ര പറഞ്ഞാലും തലയിൽ കയറത്തില്ല. പല പ്രാവശ്യം പറയുണ്ടായി. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഞാൻ ഇതിനെയൊക്കെ എതിർക്കുന്നത് തെറ്റായ ബോധ്യമാണെന്ന് നിങ്ങളുടെ ചിന്ത. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് വഴി, ഞാനാണ് വാതിൽ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധി പോകില്ല. അതുകൊണ്ട് ഞാനാകുന്ന വഴിയിൽ കൂടി വാതിലിൽ കൂടി പ്രവേശിക്കാത്തവൻ മറ്റു വാതിലിൽ കൂടി പ്രവേശിക്കുന്നവനൊക്കെയും കള്ളനും കവർച്ചക്കാരനുമാണെന്ന്. അതായത് വിശുദ്ധരുടെ പേരിലും പരിശുദ്ധ മറിയത്തിന്റെ പേരിലും ഒക്കെ നമ്മളെ തെറ്റായ ബോധ്യത്തിലൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നുള്ള ചിന്തയോടുകൂടി നാം വിളിച്ചപേക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് തന്നെ ഇപ്പോൾ വ്യാഖ്യാനിച്ചിരിക്കുക. നമ്മളെ അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാൻ സഹായം. ഇപ്പൊ നിങ്ങൾ എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നില്ലേ? അതുപോലെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയൊക്കെ ചെയ്യാം. പക്ഷെ മധ്യസ്ഥയല്ല, പിതാവിന്റെ സന്നിധിയിൽ യേശു ക്രിസ്തു മാത്രമാണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതാണ് നിഗൂഢമായി കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ ബുദ്ധിയുടെ തലത്തിലൊക്കെ. അതുകൊണ്ട് പലപ്പോഴും നമ്മളെ നിരാശരായി, പലപ്പോഴും നമ്മളെ തോറ്റ് തുന്നം പാടി ഓടേണ്ട അവസ്ഥകൾ വരുന്നുണ്ട്. പിന്നെ മറിയഭക്തി അങ്ങോട്ട് വളർന്നു വരുമ്പോൾ എല്ലാവരും വിചാരം പരിശുദ്ധ മറിയമ്മ എല്ലാം തരുന്നത്. പരിശുദ്ധ മറിയമ്മയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ഒന്നും തരാൻ പറ്റത്തില്ല. യേശുവാണ് വഴി, യേശുവാണ് വാതിൽ, എന്നെ കൂടി അല്ലാതെ ഒന്നും ചെയ്തില്ല. പറഞ്ഞില്ലേ, എന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് വേണ്ടിയതെല്ലാം തരും. അപ്പം തരുന്നതാരാ? യേശു ക്രിസ്തു വഴി. പിതാവായ ദൈവം യേശു ക്രിസ്തു വഴിയാ തരുന്നത്. വഴി ഒന്നേ ഉള്ളൂ, വിശ്വാസം ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. ഏക ദൈവം, ത്രിത്യേക ദൈവം എന്ന് പറയുന്നത് ഇത് മൂന്നും ഒരാൾ തന്നെയാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയ, 3 വ്യക്തിത്വത്തെ കാണിച്ചിരിക്കുന്നത് 3 അവതാര രീതിയായിരുന്നു. യേശുവിന്റെ അവതാരം ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഉണ്ടായിരുന്നു. ഇതെല്ലാം ദൈവം തമ്പുരാൻ തന്നെയാ. അപ്പൊ ആ ദൈവത്തെ മറന്ന് നമ്മൾ മറ്റു വഴിയിൽ കൂടി പോകുമ്പോൾ നമ്മൾ തന്നെ തോൽവി സംഭവിക്കുക. നമുക്ക് ലജ്ജയില്ലെന്നേ പലപ്പോഴും ഞാൻ തോന്നാറുണ്ട്. യേശു പറഞ്ഞു എന്നെ അനുഗമിക്കാനാ പറഞ്ഞത്. പരിശുദ്ധ മറിയം പറഞ്ഞു അവൻ പറയുന്നത് ചെയ്യുന്ന. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളെ ദൈവം പറയുന്നത് ചെയ്യാതെ മനുഷ്യനാ. ഇവരെല്ലാം മനുഷ്യരാ. വിശുദ്ധ അൽഫോൻസാമ, യൂദാസ്ലിയ, റോമാസ്ലിയ, അന്തോനീസ്, വിശുദ്ധ അന്തോനീസ്, ഇവരെല്ലാം മനുഷ്യരാണ്. അവരെ അനുഗമിക്കാൻ ഒരിടത്തും ഒരു സഭയും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ പറയാം, നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായതിനെ നിനക്ക് ആവശ്യമില്ല. എന്താണ് എന്നെ ഏൽപ്പിച്ചത്? നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മരണത്തിന് ശേഷം ദൈവസന്നിധിയിൽ എത്തിച്ചിട്ട് പുനർജന്മം തരുന്നതുമാണ്. ഇത് ഒരച്ചാരമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ. ആ പരിശുദ്ധാത്മാവിന് എതിരായിട്ടാണ് ഇന്ന് സമൂഹം മുഴുവനും പ്രവർത്തിക്കുന്നത്. കൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും രോഗങ്ങളും തകർച്ചകളും വിട്ടുമാറുന്നില്ല. യേശു ഏകരക്ഷകനാണ്. യേശു നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. അപ്പൊ ഇതിനെക്കുറിച്ച് ബന്ധുക്കോസുകാരും മറ്റ് ആൾക്കാരൊക്കെ ഒത്തിരി തേജോവധം ചെയ്യുന്നുണ്ട്. പക്ഷെ മാതാവിനെ വേണ്ടെന്നല്ല മാർപ്പാപ്പ പറഞ്ഞിരുന്നത്. മാതാവിനോട് അപേക്ഷിക്കരുതെന്നല്ല പറഞ്ഞത്. മാതാവ് കൃപയുടെ മധ്യസ്ഥയല്ല, ദൈവത്തിന്റെ മുമ്പിൽ മധ്യസ്ഥയല്ല. അതുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു ആണെന്ന് 1 തീമോത്തി 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ഏക മധ്യസ്ഥൻ യേശു പറഞ്ഞു ഞാനാണ് വഴി, എന്നിലുള്ള ആർക്കും ഒത്തിരി വചനം യേശു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ മറ്റു പല വഴി കൂടെ വരുമ്പോൾ നമ്മൾ കള്ളനും കവർച്ചക്കാരനുമാണ്. കവർച്ച ചെയ്യുക കള്ളത്തരമാണ്. അപ്പൊ ഇങ്ങനെ നടക്കുന്ന മരിയഭക്തി അതും ഇതെല്ലാം നമ്മൾ പറയുന്നില്ല. അത് സഭ ഇപ്പം എതിർക്കുകയാണ്. യേശുവിനെ ആർക്കും വേണ്ട, ദിവ്യബലി ആർക്കും വേണ്ട. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധി പറയുക, നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. അതിന്റെ 23-ാമത്തെ വചനം പറയുകയാണ്, നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. നമുക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമൊന്നും കിട്ടുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യം ഞാൻ ഈ വചനം ഓർക്കുമ്പോൾ എനിക്ക് മനുഷ്യന് അഗ്രാഹ്യമായത്
മനുഷ്യനാൽ സാധിക്കാത്ത ചില നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ രഹസ്യങ്ങളും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്ന കൊണ്ട് ഇടപെടാതെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, യേശു ക്രിസ്തുവിന് സാക്ഷിയായി ജീവിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും ദൈവം ഒരു 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 ഇതൊന്നുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു തളർച്ചകളില്ലാതെ, ഒന്നിനും തടസ്സമില്ലാതെ ദൈവം എന്നെ ഇത്രത്തോളം നടത്തിയെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിൽ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്. യേശുവാണ് ഏകരക്ഷകൻ, യേശുവാണ് എന്നെ രക്ഷിച്ചത്, യേശുവാണ് എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത്, എൻ്റെ രോഗങ്ങൾ ഏറ്റെടുത്ത്, എൻ്റെ ശാപങ്ങൾ ഏറ്റെടുത്ത്, എൻ്റെ ദുഃഖങ്ങൾ ഏറ്റെടുത്ത് അവൻ മാത്രമാണ് എന്ന് ഞാൻ പലപ്പോഴും പ്രഘോഷിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും വർഷത്തിനിടെ ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ ചേരുമ്പോൾ മാത്രമേ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുള്ളൂ. പക്ഷെ എന്റെ പ്രാർത്ഥനകളെല്ലാം യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനകളാണ്, യേശു പഠിപ്പിച്ച പ്രാർത്ഥനകളാണ്. അതിലൊക്കെ എന്നെ പരമേൽപ്പിച്ചേക്കുന്ന നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ. എന്റെ കൊന്തയിൽ നിങ്ങളുടെ വിചാരം ജപമാലയാ ഞാൻ അല്ല. ഞാൻ ചൊല്ലുന്ന മുഴുവൻ കർണക്കൊന്തയും യേശു പഠിപ്പിച്ച പ്രാർത്ഥനകളും വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൊണ്ട് ഒരു ദുഷ്ടൻ എന്നെ തൊടുവാൻ പോലും പറ്റുന്നില്ല. എന്റെ വചന പ്രഘോഷണത്തിന് എന്നെ തകർക്കാൻ നോക്കുന്ന പല വ്യക്തികളും ഉണ്ടായിരുന്നു, പല ഉന്നത അധികാരികളുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയും സാധിക്കാതെ പോയത് ഞാൻ യേശുവിന്റെ സാക്ഷിയാണ്, യേശുവിന്റെ ധീര പടയാളിയാണ്, യേശുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവനാണ്. ഒരു നല്ല പടയാളി എന്ന നിലയിൽ സൈനിക പോരാട്ടത്തില് ഇന്നും ഞാൻ മുൻപന്തിയിൽ വരുന്നതിന്റെ കാരണം ആ ഒറ്റ കാര്യമാണ്. എന്റെ രക്ഷകൻ യേശുവാണ്, എന്നെ നയിക്കുന്നത് യേശുവാണ്, എന്നെ നയിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ യേശുവിന്റെ നാമം എടുത്താൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്നാ പറഞ്ഞത്. പക്ഷെ യേശുവിന്റെ നാമം എവിടെ എടുക്കുന്നത്? യേശുവിനെ കുറിച്ച് ശരിയായ ബോധമില്ല. നമ്മൾ മറ്റു വഴിയിൽ കൂടി വരുന്നത് കൊണ്ട് നമുക്ക് കാര്യം സാധിച്ചുകൊണ്ട് പോകും, പിന്നീട് നമ്മൾ അവതാളത്തിലാകുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറയാം, നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു ആണ് ഏകരക്ഷകൻ. യേശുവിനെ അനുഗമിക്കുക, അനുദിനം ഉണ്ടാകുന്ന തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാനാ പറഞ്ഞത്. ഇന്നെങ്കിലും ഈ തിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്ക. യേശു ദൈവമാണ്, യേശു ആത്മാവാണ്, യേശു പിതാവാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവമാണ്, ഏകദൈവമാണ്. ആ സത്യേക ദൈവത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവൻ കിട്ടും. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങള് പലപ്പോഴും ഇതിൻ്റെ അകത്ത് തന്നെ മര്യഭക്തിക്കാർ ഒരുപാടുണ്ട്. അവർക്കൊന്നും ഇത് പറയുന്ന പിടിക്കത്തില്ല. ഞാൻ അന്നും ഇന്നും പറയുന്നുണ്ട്, അത് പൈശാചിക രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. മാനുഷ്യമായിട്ടുള്ള എല്ലാത്തിനും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിന് ഒഴിയാബാധകളായിട്ട് രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ ജീവിതത്തില് എൻ്റെ യേശു ഓരോ നിമിഷങ്ങളും എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ തകർക്കാൻ നോക്കുന്ന ഒരു സൈന്യം തന്നെ എനിക്ക് വന്നിട്ടും ഞാൻ ഭയം അറിഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മുടെ KC പൗലോസ് ബ്രദറിനൊക്കെ അറിയാം, CK പോൾ ബ്രദറിനൊക്കെ അറിയാം. നിങ്ങൾക്ക് അറിയില്ല, ഒരു വലിയ സമൂഹം തന്നെ എന്നെ തകർത്തിടാൻ വന്നിട്ട് ഞാൻ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ യേശുവാണ്. ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി, ഞാൻ മരിക്കുന്നതും യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രമായിരിക്കും. ഇപ്പോഴും ഞാൻ വ്യക്തമായിട്ട് പറയുക. കാര്യം ലയോ പറഞ്ഞാലും മാർപ്പാപ്പ ഇത് എഴുതിയ കൊണ്ട് പറയുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരെയും ബോധിപ്പിക്കുകയാണ്. അത് പണ്ടും ജോൺ ബോൺ മാർപ്പാപ്പയും എല്ലാവരും പറഞ്ഞിട്ടുള്ളതാ, വെണ്ണിക്ക് മാർപ്പാപ്പയും എല്ലാം പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ നമ്മളാരും അത് കയ്യില്ല. ഇന്നതാ കൂടുതൽ യേശുവിനെ വിട്ടിട്ട് മരിയഭക്തിയും ജൂദാശ്രീയുടെയും അങ്ങനെയുള്ള ഭക്തികൾ കൂടിക്കൂടി വരുന്നവരും നമ്മുടെ സഭയ്ക്കും വിശ്വാസികൾക്കും എതിരായിട്ട് ശത്രു പോരാട്ടം ഒരുപാടുണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ എന്നെ ഏൽപ്പിച്ച കാര്യം എന്താണ്? അതാണ് ജോൺ ചാപ്റ്റർ 6:39 പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 39-ാമത്തെ വചനം പറയുന്നു, അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്തരുത്. ഒന്നാമതായത്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി നമ്മൾ പല പ്രാവശ്യം നഷ്ടപ്പെടുത്തുന്നുണ്ട്. സ്നേഹം കൊടുക്കേണ്ടത് സ്നേഹം കൊടുക്കാതെ, പരിപാലിക്കേണ്ടത് പരിപാലിക്കാതെ, സംരക്ഷണം കൊടുക്കേണ്ടത് സംരക്ഷണം കൊടുക്കാതെ, പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ നമ്മളെ ആ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം, നമ്മുടെ ജീവിതം ഒരുപാട് നഷ്ടപ്പെടലിൻ്റെയാണ്, നഷ്ടങ്ങളാണ്.
നമുക്ക് ഭാര്യയും മക്കളുമായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ ഒരു ദിവസം തിരിച്ചു കിട്ടത്തില്ല. ഒരു നിമിഷം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് തിരിച്ചു കിട്ടത്തില്ല. മാതാപിതാക്കളും സഹോദരങ്ങളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സ്നേഹത്തിൽ ജീവിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ടാമത് ദൈവം പറഞ്ഞു, ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവേൻ. നിങ്ങളെ വിളിച്ച വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിശുദ്ധരായിരിക്കുവേൻ. ഇത് നമ്മളിൽ നഷ്ടപ്പെട്ടു. നമുക്ക് വിശുദ്ധിയില്ല. നമ്മളെ വീണ്ടും നമ്മളെ ആ അശുദ്ധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്കറിയാം, നമുക്ക് തന്നവരെ ദൈവം തന്നത് എന്താണ്? നിനക്ക് ആരോഗ്യം തന്നു, നിനക്ക് സമ്പത്ത് തന്നു, നിനക്ക് ബുദ്ധി തന്നു, നിനക്ക് ജോലി തന്നു, നിനക്ക് ഭവനം തന്നു, ജീവിത പങ്കാളിയെ തന്നു, മക്കളെ തന്നു. ഈ തന്നവരെ ആരെയും നഷ്ടപ്പെടുത്തരുതെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതാണ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, ദൈവം എന്നെ പരമേൽപ്പിച്ചത് ചിന്തിച്ച് അത് നഷ്ടപ്പെടുത്താതെ ഞാൻ മുന്നോട്ട് ജീവിക്കണം. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെ ഒരു നിമിഷമെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിയെ വേദനിപ്പിച്ചിട്ടുണ്ടോ? അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? മക്കളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഭാര്യയെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇതെല്ലാം ഞാൻ പറയുന്നു, നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. ദൈവം നമ്മളെ പരമേൽപ്പിച്ച ഉത്തരവാദിത്തമില്ലാത്ത പല ഭർത്താക്കന്മാരും പല ഭാര്യമാരും കുടുംബമായിട്ട് യാതൊരു ഉത്തരവാദിത്തമില്ലാതെ, മക്കളുമായിട്ട് യാതൊരു ഉത്തരവാദിത്തമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ചിലര് മക്കൾക്ക് വേണ്ടി ചത്തു കിടക്കുക. അങ്ങനെയും അതും ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാ. കാര്യം മക്കളെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഉദരഫലം ദൈവത്തിന് സമാനമാണ്. അപ്പൊ നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളില് ശ്രദ്ധിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടാണ് കർത്താവ് നമ്മളെ പ്രബോധനം നൽകുന്നത്. വീണ്ടും നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 10 മുതൽ 17 വരെയുള്ള തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ ഒരു ഉപമ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 10 മുതലുള്ള തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. നമ്മൾ എന്തു വേണ്ടി ആൾക്കാരെയാണ് നിന്ദിക്കുന്നത്? എത്ര പേരെയാണ് നമ്മളെ കുറ്റം പറയുന്നത്, വിധിക്കുന്നത്, പരദൂഷണം പറയുന്നത്? അവിടെയെല്ലാം ദൈവത്തിന് ഇഷ്ടമില്ല. കാര്യം നിങ്ങൾ ഈ ചെറിയൊരു ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അത് നമ്മൾ നഷ്ടപ്പെടുത്തുക, സ്നേഹിതരെ നഷ്ടപ്പെടുത്തുക, അയൽപക്ക ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുക, ആരോഗ്യം എല്ലാം നഷ്ടമായി. ഇത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടും നമുക്കത് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തലാണ്. എന്നിട്ട് നിന്ദിക്കാതിരിക്കണം. ആരെയും നിന്ദിക്കരുത്. നമ്മളുടെ അടുത്ത് വരുന്ന ആരെയും നമ്മൾ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളുവേൻ. സ്വർഗത്തിൽ അവിടെ പറയാണ്, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്നായ പിതാവിന്റെ മുഖം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മൾ അവരെ നിന്ദിക്കുമ്പോൾ, അവരെ പറ്റി കുറ്റം പറയുമ്പോൾ, അവരെ അവഗണിക്കുമ്പോൾ, അവരുടെ ദൂതനും നമ്മുടെ ദൂതനും സ്വർഗത്തിനായ പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി ചെന്ന് ഈ ഒരവസ്ഥ പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ ജീവന്റെ പുസ്തകത്തിലല്ല, തിന്മയുടെ പുസ്തകത്തിൽ നമ്മുടെ ഈ തിന്മകൾ എഴുതി വെക്കും. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് വെട്ടുന്ന രീതിയിലുള്ള ഇടപെടലും പ്രവർത്തനമാണ് നമുക്ക് തന്നിരിക്കുന്ന. ആരെയും നമ്മൾ നിന്ദിക്കരുത്, ആരെയും നമ്മൾ അവഗണിക്കരുത്, ആരെയും നമ്മളെ ഒറ്റപ്പെടുത്തരുത്. നമുക്ക് തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഞാൻ കൂടുതലായിട്ട് അതിലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 100 ആടുണ്ടായിരുന്നു, 99 വിട്ടിട്ട് ഒരാട് നഷ്ടപ്പെട്ടു പോയത് നമുക്കറിയാം. ആ ആടിന്റെ പിന്നാലെ 99 ഒരിടത്താക്കി. കാര്യം അത് പിരിഞ്ഞു പോകത്തില്ല, അത് ഒരു കൂട്ടമായിട്ട് നിൽക്കും. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതിന്, അതാണ് ദൈവം പരമേൽപ്പിച്ചതാണ് 100 ജോലി നമ്മളെ പരമേൽപ്പിക്കുന്നതാ. നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ഉപേക്ഷയാല്, നമ്മുടെ അശ്രദ്ധയാല് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ എന്ത് ചെയ്യണം? ആ ഒന്നിനെ തേടി പോയതുപോലെ നഷ്ടപ്പെട്ടതിന് പിന്നാലെ പോയി അതിനെ കണ്ടുപിടിച്ച് സന്തോഷിക്കണം. നാണയം നഷ്ടപ്പെട്ടു, അവിടെ 10 നാണയം ഉണ്ടായിരുന്നു, 10 നാണയം നഷ്ടപ്പെട്ടു, അത് പോയി. ഒരാട് നഷ്ടപ്പെട്ടു, അത് പോയി. നമ്മളെല്ലാം ഒന്ന് ചിന്തിക്കണം. അതിനെ തേടി പിടിക്കുന്നുണ്ട്. നമ്മളൊന്നും ഇതിന്റെ പിന്നാലെ പോകാറില്ല, ഒന്നും പോകാറില്ല. നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, ഇത് ദൈവത്തിന്റെ ആത്മാവാണ് പ്രബോധനം തരുന്നത്. അതുകൊണ്ട് അത് എനിക്കും ബാധകമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കണ്ടെത്തി കഴിയുമ്പോൾ കണ്ടോ, വഴിതെറ്റിയ 99 കുറിച്ച് എന്നതിനേക്കാൾ ആ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വന്നതിന്റെ സന്തോഷം നമുക്കറിയാം. നമ്മുടെ ജീവിതമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു. നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നിടത്ത് സ്നേഹിക്കാതെ വന്നുപോയി. ഇന്നും ഞാൻ ദുഃഖത്തിലാണ്.
സ്നേഹിക്കേണ്ടത് സ്നേഹിക്കാൻ പറ്റി, അതോ എൻ്റെ സ്നേഹക്കുറവെല്ലാം സംഭവിച്ചോ, എന്തെങ്കിലും ആവശ്യങ്ങൾ ഞാൻ ചെയ്യാതിരുന്നോ? ഞാൻ ഈ അടുത്തിടെയും പോൾ ബ്രദറിന്റെ സംസാരിക്കുകയുണ്ടായി, എന്തെങ്കിലും എനിക്ക് ചെയ്യാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ഇരുന്ന് ആലോചിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയത് ഇനി എനിക്ക് തിരിച്ചു കിട്ടത്തില്ല. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയ ജീവിതം ഒരു കാലത്തും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ദൈവം നമ്മെ പരമേൽപ്പിച്ചേക്കുന്നത് നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിലെ എല്ലാം നമ്മളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് കർത്താവിന്റെ ആത്മാവ് നമുക്ക് പ്രബോധനം തരികയാണ്. വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവർ ഇതുപോലെ ഈ ചെറിയൊരുവന് 14-ാമത്തെ വചനം പറയുക, ഇതുപോലെ ഈ ചെറിയൊരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമുക്കറിയാം, പ്രകൃതി തകിടം മറിച്ചുകൊണ്ടിരിക്കുക, മരം വെട്ടുന്നു, മലകൾ ഇടിച്ചു നിരത്തുന്നു, ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രകൃതിയെ തകിടം മറിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും നഷ്ടപ്പെടുത്തരുതെന്നാ പറഞ്ഞത്. ഇവിടെ പറയുക, ഈ ചെറിയൊരുവനെ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ മനുഷ്യന് ജീവിക്കാൻ അനുവദിച്ചപ്പോൾ മനുഷ്യൻ അത് ദുരുപയോഗം നടത്താൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ലോകം മുഴുവനും പാപത്തിന്റെയും ബന്ധനത്തിന്റെയും അടിമത്തത്തിലേക്ക് തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുക. പ്രകൃതിയിലും അധികാരികൾ പോലും. പിന്നെ എവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നത്? എന്നാൽ എന്നെ ശ്രമിക്കുന്നവരെ, ദൈവത്തിന്റെ പ്രബോധനം ശ്രമിക്കുന്നവരെ വചനത്തിലൂടെ സ്ഥിരീകരിക്കുക. ഇനിയെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുക. യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 8:31, തന്നിൽ വിശ്വസിച്ച ഏകോദരോട് യേശു പറയുകയാണ്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ, വചനം ദൈവമാണ്, വചനം പറയുന്നത് അനുസരിക്കുക. വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ അനുസരിച്ചാൽ, വെളിപാടിന്റെ പുസ്തകം 1-3 വചനം, ഈ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നവനും കേൾക്കുന്നതും പാലിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും. പക്ഷെ വചനമെല്ലാം പുച്ഛിച്ച് തള്ളുകയാ. കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. വചനം കേൾക്കുന്നുണ്ട്, വചനം പ്രാപ്തിയമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും നമുക്ക് അതിജീവിക്കാൻ പറ്റാതെ നമ്മുടെ ജീവിതത്തിലെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് പറയുക. ഇതുപോലെ 15-ാമത്തെ വചനം പറയാ, നിന്റെ സഹോദരനെ ഒരു തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് അവന് ആ ബോധ്യങ്ങളൊക്കെ കൊടുക്കാൻ പറയുക. ഇനി ആ തെറ്റ് അവന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നല്ല അറിവുള്ളവരെയും വിളിച്ചോണ്ട് പോകാം. അവിടെ അടുത്ത വാക്ക് 16 പറയാ, അവൻ നിന്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ നീ നിന്റെ സഹോദരനെ കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി 2-3. ഇനി കേൾക്കുന്നില്ലെങ്കിലോ 2-3 സാക്ഷികളെയും കൊണ്ട് പോകുക. അവർ ഓരോ വാക്കും അവർക്ക് സ്ഥിരീകരിച്ചു കൊടുക്കട്ടെ. ഇനി അവരെയും കേൾക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത് സഭയിൽ കൂടി സഭയോട് പറയുക. നമ്മുടെ ഉത്തരവാദിത്തം അങ്ങോട്ട് വിട്ടുകൊടുക്കുക. സഭ നോക്കിക്കൊള്ളും. നമ്മൾ എന്നാലും നിന്ദിക്കരുത്. ഇന്ന് നമുക്കറിയാം, ഇന്നലെ പൗലോസ് ബ്രദർ പറയുമായിരുന്നു, ഞങ്ങളെ ഒരുമിച്ച് കൂടിയപ്പം പറയായിരുന്നു, വേളാങ്കണ്ണിക്ക് 50 വീട് തെണ്ടി നേർച്ച മേടിച്ച് അവിടെ കൊണ്ട് കൊടുത്തേക്കുന്നത്. ഇത് ഏത് ബൈബിളിലാണ് പറഞ്ഞേക്കുന്നത്? ഏത് നിയമത്തിലാണ് പറഞ്ഞേക്കുന്നത് തെണ്ടാൻ? മാതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മാതാവിന് ഇതൊന്നും ഇഷ്ടമല്ല. ഇനി തെണ്ടാനായിട്ട് പോകുമ്പോ ഒരു വീട്ടിൽ ചെന്ന് അവർക്ക് കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യമില്ല, അവര് വേണ്ട, ഇവിടെ ഒന്നുമില്ല, നിങ്ങൾ ഇവിടുന്ന് പൊക്കോ, ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അവരെ ശപിച്ചിട്ട് വരും. നീ ഒന്നും കുളം പഠിക്കത്തില്ലെന്ന് പറയും. ഇതാണോ മാതാവ് പഠിപ്പിച്ചത്? ദൈവം പറയുന്നത് ചെയ്യുമെന്ന് പറയും. അപ്പൊ ഞങ്ങൾ ഇന്നലെ അത് പറയാം, 100% അങ്ങനെയൊക്കെയാ. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടുകയാ. ഉടമ്പടി എടുക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഉടമ്പടി നമ്മുടെ വിവാഹത്തിന്റെ ഉടമ്പടി, കൂദാശകളോടുള്ള ഉടമ്പടി, ഇതൊക്കെയാണ് ഉടമ്പടി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ തലയിടും, എന്നിട്ട് പ്രശ്നങ്ങൾ തന്നെയാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാനുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു തരുന്നുണ്ടെങ്കിലും അതൊരു വ്യക്തതയില്ലാത്ത മേടിയില. ദൈവം നമുക്ക് തരുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് തരുന്നുണ്ട്. നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം അറിയുന്ന ദൈവം. പിന്നെ അവിടുത്തെ സന്നിധി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചൊന്ന് ജീവിച്ചു നോക്കിക്കേ. ഇന്ന് മുതൽ കേൾക്കുന്ന വചനത്തില് നിങ്ങളൊന്ന് അടിയുറച്ച്, ഇന്ന് മുതൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരങ്ങൾ. യേശുവാണ് ഏകരക്ഷകൻ. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. വേറെ ആരെയും ഇടപെടുത്താതിരിക്കുക. എൻ്റെ ജീവിതത്തിൽ യേശു അല്ലാതെ, പരിശുദ്ധാത്മാവും അല്ലാതെ ഞാൻ മറ്റാരെയും ഇടപെടുത്താറില്ല, മറ്റാരെയും വിളിച്ച് അപേക്ഷിക്കാറുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയില് നമ്മുടെ സമൂഹത്തിന്റെ മുന്നില് നമ്മളെ കാര്യങ്ങൾ പറയാം. ഇപ്പൊ എന്നോട് നിങ്ങൾ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്ന പോലെ
നമ്മളും പരിശുദ്ധ മറിയത്തിൻ്റെ വിശുദ്ധരുടെ ഒക്കെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടാം. മധ്യസ്ഥത വഹിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ആവശ്യപ്പെടാം. അത് ഞാൻ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങള് യേശു ക്രിസ്തുവിനോട് പറയുന്ന പോലെ. അതുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ മക്കളായതുകൊണ്ട് നിങ്ങൾ അവകാശികളാണ്. നിങ്ങളും മക്കളാണ്, നിങ്ങൾ അവകാശികളാണ്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിനോട് പറയാം, നിങ്ങൾക്ക് ദൈവത്തോട് പറയാം. മക്കളെന്ന ആ അഭിസംബോധന മറക്കാതാണെങ്കിൽ, ആ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവസന്നിധി പറയാം. അതുകൊണ്ട് കർത്താവേ, എന്റെ സന്നിധിയിലെ അടുത്ത ഞാൻ പറയാം 1 കൊരിന്ത്യർ 6:13, അടുത്ത ശരീരത്തെയാണ് നമ്മളെ ദൈവം നമുക്ക് ആരോഗ്യം തന്നു, ദൈവം നമുക്ക് ശരീരം തന്നു, സൗന്ദര്യം തന്നു. അടുത്ത സ്റ്റെപ്പ് ഞാൻ ശരീരത്തെയാണ് പറയുന്നത്. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാം നഷ്ടപ്പെടുത്താതെ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സമ്പത്ത് ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. രണ്ടാമത്തെ ശരീരമാണ്. 1 കൊരിന്ത്യർ 6:13 പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:13 വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. അവിടെ പറയുകയാണ്, ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയാണ് ഉള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്കുള്ളതല്ല. ശരീരം പ്രത്യേക ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയാ. നമ്മൾ ഈ ശരീരത്തിൽ വലിച്ചു കയറ്റുന്ന കാര്യങ്ങളെ നമുക്കറിയാം. ഉദരമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാണുന്ന കച്ചടയും മിച്ചടയും എല്ലാം കൂടെ വലിച്ചു കയറ്റും. മുനിസിപ്പാലിറ്റിയുടെ ലോറി പോലെ വേസ്റ്റ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ദുർഗന്ധം പിടിച്ച സാധനം കയറ്റും. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കയറ്റിക്കൊണ്ട് വന്ന ലോറി പോലെ. ലോറി കണ്ടാൽ പുതിയതാ, പക്ഷെ അതിനകത്ത് കിടക്കുന്ന മാലിന്യം ചപ്പും ചവറുകളുവാ. ഇതുപോലെ നമ്മളെ ആഹാരം ഉദരം ആഹാരത്തിനാന്നും പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വലിച്ചു കയറ്റിക്കൊണ്ട് നടക്കുമ്പോൾ ഈ മുനിസിപ്പാലിറ്റിയുടെ ലോറിയിൽ ചപ്പും ചവറും വലിച്ചു കയറ്റുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് ശരീരം ദൈവത്തിനുള്ളതാണ്, ശരീരം ദൈവത്തിൻ്റെയാണ്, ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തെ നശിപ്പിക്കാൻ എൻ്റെ ആഹാരം വഴി എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടരുത്. ആഹാരം വഴി ഞാൻ രോഗിയായിട്ട് മാറരുത്. ആഹാരത്തിൽ ഒരുപാട് രോഗങ്ങൾ ഇരിപ്പുണ്ട്. പലർക്കും അത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ടോ ഇല്ലോ എനിക്കന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ഫുഡില് ഒരുപാട് രോഗങ്ങളുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം ഡോക്ടറൊക്കെ ഉണ്ട്, ചോദിച്ചു നോക്കാം. നമ്മുടെ ആവശ്യം ശരീരത്തിന് വേണ്ടിയ പോഷകാംശങ്ങൾ നമ്മൾ കൊടുക്കണം. ഇപ്പം പോകുന്നതോ ശരീരത്തിന്റെ ശരീരത്തിന്റെ എല്ലാ ജീനുകൾ അല്ലെങ്കിൽ എല്ലാ അണുക്കളെയും കൊല്ലുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ ആരോഗ്യം കെടുത്തുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തെ 90% ആൾക്കാരും രോഗികളായിട്ട് മാറിയിരിക്കുക. കാര്യം ഉദരം ആഹാരത്തിനും ആഹാരം ശരീരത്തിനും വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈയോട് ആഹാരമില്ല ജീവിക്കാൻ പറ്റുമോ? വയറ് തന്നിട്ടില്ലേ? തമ്പുരാനല്ല വയറ് തന്നത്, അതുകൊണ്ട് വലിച്ചു കയറ്റാമല്ലോ. അതല്ല, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ഈ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ കേടുവരുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കാം. അവൻ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണെന്നുള്ള ബോധ്യം ഇല്ലാതാണ് നമ്മുടെയൊക്കെ ഇന്നത്തെ ഭക്ഷണ പദാർത്ഥങ്ങളെ വലിച്ചു കയറ്റുന്നത്. ഒരു കൺട്രോളും ഇല്ലാതെ, ഒരു നിയന്ത്രണമില്ലാതെ എന്താണ് തിന്നുന്നത്, അതിന് എന്തൊക്കെ ഉണ്ട്, എൻ്റെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് വേണ്ടിയ രീതിയിലുള്ള ഭക്ഷണമാണോ എന്ന് ചിന്തിക്കാതെ പോലെ കിട്ടുന്നതെല്ലാം നമ്മൾ വലിച്ചു കയറ്റും. എന്നിട്ടോ രോഗം തന്നെ. അതുകൊണ്ട് തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അടുത്ത വചനം 1 തെസ്സലോനിക്ക 4:4 പറയുന്നു. 1 തെസ്സലോനിക്ക 4:4 പറയുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുക, ശരീരത്തെ കുറിച്ച് പറയാ. നിങ്ങൾ ഓരോരുത്തരും വ്യക്തമായിട്ട് ശരീരത്തിലാണ് ഈ രോഗങ്ങളെല്ലാം പിടിപെടുന്നത്. അപ്പൊ ആഹാരത്തിൽ കൂടി വരുന്നുണ്ട്, ശരീരം ദുർവൃത്തിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് വരുന്നുണ്ട്. ദുർവൃത്തിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് അവിഹിത ബന്ധങ്ങൾ, വേശ്യാവൃത്തികൾ, അല്ലെങ്കിൽ പല രീതിയിലും മദ്യപാനം, ഇതൊക്കെ ശരീരത്തെ കാർന്നു തിന്നുന്നതാ. എല്ലാം ശരീരത്തിന് അനുയോജ്യമല്ലാത്തതൊക്കെ നമ്മളെ ഭക്ഷിക്കുന്നത്. ശരീരത്തിന് അത് എഫക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് പ്രതികരിക്കുമ്പോഴാണ് അതിന് ശക്തി കൂടുതലാ. നമ്മുടെ അവയവങ്ങളെല്ലാം കേടുവരിക. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, രോഗം ഒന്നും പിടിപെടത്തില്ല. ഇവിടെ പറയാണ്, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയാണ്. ഈ ശരീരത്തെ മാലിന്യപ്പെടുത്താതെ എങ്ങനെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണമെന്ന് നമുക്കറിയണം. സ്വന്തം ശരീരത്തെ ഇന്നും ശരീരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടോ? നമ്മൾ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ സ്നേഹമില്ല. അതാ അതിന്റെ അർത്ഥം. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, എനിക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കും. എൻ്റെ ശരീരം എപ്പോഴും നല്ല ഫിറ്റാക്കിക്കൊണ്ടിരിക്കും. നല്ല ഫിറ്റാക്കാണെന്ന് എവിടെങ്കിലും
ആഹാരം ആവശ്യമില്ലാത്ത ഒന്നും വലിച്ചു വാരി കേട്ടതൊന്നുമില്ല. അത് പഴയ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ദൈവം തമ്പുരാൻ എന്നെ നടത്തുന്നു വലിയ രോഗങ്ങളൊന്നും ഇല്ലാതെ. ഇന്ന് എന്നെ സംബന്ധിച്ച് വേറെ രോഗങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയില് നമ്മളെ ആഹാരത്തെ നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആഹാരത്തെ നിയന്ത്രിച്ചാൽ ദീർഘായുസ് കിട്ടുമെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഇതൊന്നും മനസ്സിലാകത്തില്ല. ആഹാരം കൊണ്ട് ഒരുപാട് രോഗങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ആഹാരത്തെ നിയന്ത്രിച്ചാൽ നിശ്ചയമായിട്ടും നമുക്ക് ദീർഘായുസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം, ശരിയാണോ ഇല്ലെന്ന്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിച്ച് നോക്ക്. കർത്താവിന്റെ സന്നിധിയിൽ ആഹാരത്തെ നിയന്ത്രിച്ചാൽ നിശ്ചയമായിട്ടും നമുക്ക് ദീർഘായുസ് കിട്ടും. അതെ, പ്രഭാഷകൻ 37 അധ്യായം, സിറാഖ് ചാപ്റ്റർ 37, പ്രഭാഷകൻ 37 അധ്യായം ഈ 30 വചനം, 30-31 വചനം പറയുന്നു, അമിത ആഹാരം രോഗത്തിന് കാരണമാകുന്നു. ഇനി ഞാൻ നിങ്ങളെ വചനത്തിൽ കൂടെ വ്യക്തത തരികയാ. ആവശ്യമില്ലാത്ത ഒന്നും വലിച്ചു കയറ്റരുത്. ഐസ്ക്രീം ആയാലും കൊള്ളാം, അതായാലും കൊള്ളാം, ഇതായാലും കൊള്ളാം, എല്ലാം. ഞാനിത് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് കൊണ്ട് എന്റെ ജീവിതം ദൈവം പരമേൽപ്പിച്ച ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. ഭാഷകൻ 38-31 വചനം, അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് കാരണമായി. കണ്ടോ, അനേകര് മരിച്ചതിനും കാരണം ഇതാ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട മക്കള്, ആഹാരത്തെ നിയന്ത്രിക്കേ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് ആരോഗ്യവും ആയുസ്സും എല്ലാം. അത് ഇല്ലാതാക്കുന്ന നമ്മുടെയൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെയൊക്കെ ദുഷ്പ്രവർത്തികൾ നിമിത്തമാണ്. അതുകൊണ്ട് അടുത്ത് പറയുന്നു, അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് കിട്ടും. എന്തൊരു നല്ല വചനം! അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് കിട്ടും. പക്ഷെ നമുക്കിത് സാധിക്കുന്നുണ്ടോ? നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് അനേകരുടെ രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനശക്തി ഉണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് കാരണമായി. അത് നിയന്ത്രിക്കുന്നവന് എന്തുണ്ട്? ദീർഘായുസ് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. അതുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ നമ്മളുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അടുത്തത് നമുക്കറിയാം, സുഭാഷിതം അതായത് സദൃശവാക്യം 17-22 വചനം പറയുന്നു, സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്. അതായത് നമ്മൾ സന്തോഷിക്കണം. സന്തോഷം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. ഇവിടെ പറയുകയാണ് സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്. എന്തുകൊണ്ടാണ് സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്? നമ്മള് ആവശ്യമില്ലാത്ത ദുഷ്കരമായ കാര്യങ്ങളിൽ ഇടപെടും, എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടും, എന്നിട്ട് ടെൻഷൻ കയറ്റി വെക്കും. അപ്പൊ ആരോഗ്യം നഷ്ടപ്പെടുകയാ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്. തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു. അപ്പൊ മനസ്സ് തളർന്നു പോയാലും ആരോഗ്യം കെടും. ഇപ്പം ഡോക്ടറൊക്കെ ഉണ്ട്. ഡോക്ടർ വിചാരിക്കും ഡോക്ടറിന്റെ ജോലി ഇല്ലാതാക്കുവാണോ ബ്രദറെ എന്ന് ചിലപ്പോൾ ഡോക്ടർ ചിന്തിച്ച് കാണും. അല്ല, ഡോക്ടറെ നമുക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ പറയുന്നുണ്ട്. ഡോക്ടറെ നമുക്ക് ആവശ്യമില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. മരുന്ന് ആവശ്യമില്ലെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർ ഇല്ല പറ്റത്തില്ലല്ലോ. അവരുടെ കയ്യിൽ അടുത്ത ജീവനിരിക്കുന്നത്. ദൈവം കഴിഞ്ഞാൽ പിന്നെ ജീവനിരിക്കുന്ന ഡോക്ടർമാരുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്നും വിളിച്ചു വരുത്തായി നമ്മളെ ആകുലപ്പെട്ട അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒന്നിനെ കുറിച്ച് അസ്വസ്ഥത ആകണ്ട എന്ന് ഡോക്ടറെ അടുത്ത വചനം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് അസ്വസ്ഥതയേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും പ്രാർത്ഥിക്കാനും നന്ദി പറയാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മള് എന്തിനാന്നറിയാം, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം നമ്മളെ ദുഷ്കരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലെ ഇടപെടുത്തോ അത് ചകഞ്ഞ് തിരക്കാൻ പോകരുത്. പക്ഷെ നമ്മൾ അതിനൊക്കെയാ ദൈവം പറയുന്നതിന് ഒന്നിനും ശ്രദ്ധ കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നാശം വന്നുകൊണ്ടിരിക്കുക. അടുത്ത വചനം പ്രഭാഷകന്റെ പുസ്തകം 30-15-17 വചനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയാ. 30-15-16 വചനം അവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, ആരോഗ്യം സ്വർണത്തെക്കാൾ ശ്രേഷ്ഠമാണ്. കണ്ടോ, ആരോഗ്യം സ്വർണത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തെക്കാളും സ്ട്രോങ്. അളവറ്റ ശരീരത്തെ ബലിഷ്ഠമായ ശരീരം, നല്ല ശക്തിയുള്ള ശരീരം അളവറ്റ ധനത്തെക്കാളും. ധനം ഉണ്ടായിട്ട് എന്താ പറയാനോ? മരുന്ന് മേടിച്ച് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, മധുരം ഇട്ട് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ ധനം ഉണ്ടായിട്ട് എന്താ പറയുക? നിന്റെ ധനത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റുമോ?
നിന്റെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ആരോഗ്യം സ്വർണത്തെക്കാൾ ശ്രേഷ്ഠമാണ്. പ്രഭാഷകൻ 30:15. ഇനി 16-ാമത്തെ വചനം, ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയത്തെ ആനന്ദത്തിന് ഉപരിയായ സന്തോഷമോ ഇല്ല. അപ്പം ഹൃദയത്തെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള പരിപാടി നോക്കേ. അപ്പം രോഗമെല്ലാം വിട്ടുമാറും, പ്രശ്നങ്ങൾ മാറും. ഹൃദയത്തിൽ സന്തോഷമില്ല, ഹൃദയത്തിൽ വേദനയാ, ഹൃദയത്തിൽ ദുഃഖങ്ങളാ, പിന്നെ എങ്ങനെയാ നമ്മളെ സഹിക്കുന്നത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കണം. ആത്മാവിനെ ആശ്വാസം പകർന്നു കൊടുക്കണം. നമ്മൾ ദുഃഖിച്ചിട്ട് ഒരു കഥയുമില്ല. നമ്മൾ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരത്തില്ല. ഇതാ ദുരിതപൂർണമായ 17-ാമത്തെ വചനം പറയുന്ന, ദുരിതപൂർണമായ ജീവിതത്തെക്കാൾ മരണവും മാറാ രോഗത്തെക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ്. മാറാ രോഗങ്ങൾ പിടിച്ച് ജീവിച്ചിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഇവിടെ പറയാ, ദുരിതപൂർണമായ, എല്ലാം ഉണ്ടായിട്ടും ദുരിതങ്ങൾ വിട്ടുമാറുന്നില്ല, എല്ലാം ഉണ്ടായിട്ടും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാ. അങ്ങനെ ഒരു ജീവിതം നയിച്ചിട്ട് എന്താ പറയുക? അതിലും നല്ല മരണമല്ലേ? മാറാരോഗം പിടിപെട്ടിട്ട് കിടന്ന് പൊട്ടി അളിയുന്നതിനേക്കാൾ നല്ലതല്ലേ നിത്യവിശ്രമത്തിലേക്ക് പോകുന്നത്? ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഈ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ജീവിതം. സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ട് പോലുമില്ല. ഇതെല്ലാം നമ്മൾ വരുത്തി വെച്ചതാണെന്ന് ഇന്ന് ദൈവത്തിന്റെ തിരുവചനത്തെ കൂടി ഞാൻ നിങ്ങളെ പ്രബോധനം നൽകുകയാണ്. അടുത്ത വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, പ്രഭാഷകൻ 31-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ വ്യക്തമായത് പറയുകയാണ്, 1 മുതൽ 4 വരെ. ധനത്തിലുള്ള അശ്രദ്ധ, എങ്ങനെങ്കിലും സമ്പത്ത് ഉണ്ടാക്കണം, എങ്ങനെങ്കിലും വാരിക്കൂട്ടി വെക്കണം, തിന്നണം, കുടിക്കണം, ഇങ്ങനെ ഭൗതിക സുഖത്തിന് വേണ്ടി മാത്രം നട്ടോട്ടം ഓടുന്ന ഒരു ജനതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ധനത്തിലുള്ള അശ്രദ്ധ, ധനത്തിലുള്ള അതിശ്രദ്ധ, ധനത്തിന് വേണ്ടി സമ്പത്തുണ്ടാക്കാൻ, അതിനുവേണ്ടി സമ്പത്ത് വേണം, ആവശ്യത്തിന് ദൈവം തരും, തന്നിട്ടുമുണ്ട്. പക്ഷെ അതിലുപരി അതിനുള്ള അധികമായിട്ടുള്ള പ്രയത്നം, കഠിനാധ്വാനം, ഇതൊക്കെ പറയാ ആരോഗ്യം നശിപ്പിക്കും. അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഉറക്കമില്ലാതാകും. ഇന്ന് പല വ്യക്തികൾ, ഇന്ന് ഒരുപാട് പേര് എൻ്റെ ഒക്കെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ, ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഇന്ന് ധ്യാനം നടന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഒരുപാട് പേര് ഉറക്കമില്ല, ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ നിമിത്തം പ്രശ്നങ്ങൾ, രോഗം കാരണം ഉറക്കം കിട്ടുന്നില്ല, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം കിട്ടുന്നില്ല. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടും, പിന്നെ എങ്ങനെ ഉറക്കം വരുന്നത്? പിന്നെ സമ്പത്തിന്റെ കാര്യത്തില് ഇന്ന് പലരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാവോ? ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കാത്തത് കൊണ്ടാ. ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഉറക്കക്കുറവ് വരുന്നതിന്റെ കാരണം അതേക്കുറിച്ചുള്ള ചിന്തയാ. ഉത്കണ്ഠയുള്ളവരുണ്ട്, മക്കളെ കുറിച്ചുള്ള ഉത്കണ്ഠ, മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ചുണ്ട്, ഭർത്താവ് മരിച്ചുപോയി ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ഉത്കണ്ഠ, മക്കൾ വളർന്നു വരിക, അവരെ കെട്ടിച്ചു വിടണ്ടേ, ഈ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം തലയിടും. ആ സത്ത സമയത്ത് ദൈവം നോക്കിക്കൊള്ളല്ലോ, ദൈവമല്ലേ തന്നത്. അപ്പം ദൈവത്തിൽ ആശ്രയിക്കാൻ പഠി. ധനത്തിൽ ആശ്രയിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പെൺപിള്ളേർ വളർന്നു വരുമ്പോൾ മാതാപിതാക്കള് ഉത്കണ്ഠ കൂടുക. ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തും. കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുന്നു. കണ്ടോ, എത്ര ഉറക്കമില്ലാത്തതിന്റെ കാരണങ്ങൾ പറയുക. നമ്മുടെ മിനി അഗസ്റ്റിന് ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ പറയുക, മിനി അഗസ്റ്റിനും പലരും ഇതിൻ്റെ അകത്തുണ്ട് ഉറക്കമില്ലാതെ പറഞ്ഞ. മിനി അഗസ്റ്റിന്റെ കിച്ചൺ വലുതായിരുന്നു, അത് മാറ്റിയിട്ട് ഒരു ഡൈനിങ് റൂം ഉണ്ടാക്കിയിട്ട് വേറൊരു കിച്ചൺ പണിത് മിനി അഗസ്റ്റിന് അകത്തോട്ട് ചെന്ന് അത് പണിത് കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചെറുതായി പോയി, നിന്ന് തിരിയാൻ ഇടവില്ലെന്ന് കണ്ടു. അപ്പൊ ആ ഉത്കണ്ഠ, ആ ആകുലത ഉറക്കം കെടുത്തി. അതിനെക്കുറിച്ചുള്ള ചിന്ത ഉറക്കം കെടുത്തി. ഞാൻ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് ദൈവം പറഞ്ഞു അതാണ് കാരണമെന്ന്. ആ ചിന്ത ഉള്ളിൽ വേരൂന്നി, ആരോഗ്യം കെടുത്തി. ഇപ്പൊ നമ്മളെ കേട്ടോണ്ടിരിക്കുക ഉണ്ട്. ഞാൻ സത്യമാ പറഞ്ഞത്, ചോദിച്ചു നോക്കാണോ ഇല്ലെന്ന്. ഞാൻ അവിടെ പോയി ഞാൻ പറയുണ്ടായി. അതൊരു ഷോക്കായി മാറി, അത് ഉത്കണ്ഠയായി, ആകുലതയായി, ആരോഗ്യം ഇല്ലാതാക്കി കളഞ്ഞു, നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്തു. ധനികൻ പണം കൂട്ടാൻ അധ്വാനിക്കുന്നു, വിശ്രമവേളയിൽ അവന് സുഖഭോഗങ്ങളിൽ മുഴുകാൻ വേണ്ടിയിട്ടാ. പക്ഷെ ദരിദ്രൻ അധ്വാനിക്കുന്ന ഉപജീവന മാർഗത്തിന് വേണ്ടി. നമുക്ക് അന്നുള്ള അപ്പം ഉപജീവന മാർഗത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുക, അല്ലെങ്കിൽ കഠിന രോഗങ്ങൾ പിടിപെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 38-ാം അധ്യായത്തിലെ 8 മുതൽ 15 വരെ വൈദ്യനെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്, ഡോക്ടറെ നമുക്ക് ആവശ്യമാണെന്ന് പറയുന്നത്. അത് നിങ്ങൾ വായിച്ചേക്കുക. ഇനി അടുത്ത മേഖല ആരോഗ്യത്തെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ ശരീരത്തെ കുറിച്ച് പറഞ്ഞു. ശരീരം നമ്മൾ കാത്തു സൂക്ഷിക്കണം.
മലിനമാകരുത്, ശരീരം വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുക. എങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. രണ്ടാമത്, നമ്മുടെ ആരോഗ്യം കെടുത്തുന്നതായ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ആകുലതകളോ ഉത്കണ്ഠകളോ ധനത്തെക്കുറിച്ച് അതിശ്രദ്ധയോ നമ്മളെ നശിപ്പിച്ചു കളയും. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ജെറമ്യ 30:17. അതുകൊണ്ട് 30:17 പോകുമ്പോൾ അവിടെ പറയാ, ഇങ്ങനെയുള്ളവര് ഇനി അതിൽ അകപ്പെട്ടു പോയവർ പറയുകയാണ്, ദൈവം പറയാണ്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകാം, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്താം. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ നിന്റെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ? നീ രോഗിയായിരുന്നപ്പോൾ, നീ തകർന്നവളായിരുന്നപ്പോൾ, നീ തകർന്നു പോയപ്പോൾ. അതുകൊണ്ട് കർത്താവ് പറയാം, ഞാൻ വീണ്ടും നിനക്ക് അത് തരാം. പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ ജീവിക്കാമെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ജീവിക്കാൻ ഞാൻ താക്കീതായിട്ട് പറയുക. ആജ്ഞാവചനമാണ് ഇന്നത്തെ. അതുകൊണ്ട് കേൾക്കുക. കർത്താവ് ചെയ്ത യാക്കോബിന്റെ കൂടാരങ്ങളുടെ ഭാഗോദയം ഞാൻ പുനഃസ്ഥാപിക്കാം. അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കാം. വീണ്ടും പണിയപ്പെടും. കൊട്ടാരം അതിന്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കും. നഷ്ടപ്പെട്ടു പോയെല്ലാം ദൈവം തിരിച്ചു തരാന്ന് വീണ്ടും പറയുക. ഇനിയെങ്കിലും തമ്പുരാന്റെ മുമ്പില് താഴ്മയോടെ നിൽക്ക, തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തിക്കൊള്ളും. പുറപ്പാടിന്റെ പുസ്തകം പറയുന്നത്, നീ രോഗിയാണോ? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് കേട്ട വചനം, ഇന്നു മുതൽ അങ്ങോട്ട് തരുന്ന സന്ദേശങ്ങള് വെറും വാക്കായിട്ട് ഉപയോഗിക്കരുത്. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളോട് ആജ്ഞാവചനമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വീകരിക്കാൻ തയ്യാറുള്ള സ്വീകരിക്കുക. യേശുവിനെ നിന്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം കൊടുത്തു വയ്ക്കുക. യേശു അല്ലാതെ വേറെ രക്ഷകനില്ല. യേശുവിനെ നാമം എടുത്തു വയ്ക്കുക. നിന്റെ പ്രശ്നങ്ങളെല്ലാം ഇറന്നും പറഞ്ഞു പോകും. അതിന് പകരം കൊന്ത ചൊല്ലി തഴമ്പ് പിടിച്ചേക്ക. തഴമ്പ് ചൊല്ലണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, മാതാവിനെ അവിടെ പറയണ്ടെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ യേശുവിന്റെ നാമം നീ ഒന്ന് എടുത്തു വയ്ക്കേ. 500 വട്ടം നന്മ നിറഞ്ഞു പറയുന്നതിന് മുമ്പായിട്ട് യേശു ഏകരക്ഷകൻ, യേശുവിന്റെ നാമം വിളിച്ചപ്പോഴേക്കും രക്ഷ പ്രാപിക്കും. കർത്താവ് പറയുന്ന, എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്ത് നിനക്ക് കിട്ടും? എന്റെ നാമത്തിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം. പക്ഷെ നമ്മൾ ചോദിക്കത്തില്ല, നമ്മൾ മറ്റു വഴിയിൽ കൂടിയാ വരുന്നത്. അതെല്ലാം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് യേശുവിനെ വിളി. നീ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. എത്ര വചനം കേട്ടാലും ഒരു മാറ്റമില്ല. പിന്നെയും വളഞ്ഞ വഴിയിൽ കൂടെ നോക്കും. അതിന് ഏതെങ്കിലും സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? അവരല്ല. ഇപ്പൊ ഞാനിവിടെ പ്രസംഗിക്കുന്നു, പരിശുദ്ധ അമ്മ എന്റെ കൂടെ ഉണ്ട്, വിശുദ്ധരെല്ലാം എന്റെ കൂടെ ഉണ്ട്. എനിക്കറിയാം, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വചനപ്രഭാഷണം നടക്കാൻ പ്രവാചകരുടെ ഒരു വലിയ സമൂഹം എന്റെ അടുത്തുണ്ട്. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സത്യവചനം പറയുന്നു. പരിശുദ്ധ അമ്മ പറയും, അവൻ പറഞ്ഞ വചനമാണ് ഈ പറയുന്നത്. അത് പറയുമ്പോൾ വചനം മാംസം ധരിച്ച ആ അമ്മ, വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മ തീർച്ചയായിട്ടും എന്റെ ഒപ്പമുണ്ട്. കാര്യം ഞാനും ഹൃദയത്തിൽ നിന്നാ പറയുന്നത്, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടാ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയില് അടുത്ത പറയും, ഞാൻ നീ തകർന്നവളാണോ? നീ തകർന്നവനാണോ? നീ രോഗിയാണോ? ഞാൻ വീണ്ടും നിന്നെ പുനഃസ്ഥാപിക്കാം. ഇനി തമ്പുരാന്റെ കരങ്ങളിൽ പറയും. ഇനി സമ്പത്ത്. ചില വ്യക്തികളുണ്ട്, സമ്പത്ത് തന്നെയാണ്. നമുക്ക് സമ്പത്താണ് ഏറ്റവും വലിയ പ്രശ്നം. സമ്പത്തിന്റെ പിന്നാലെ പോകുന്ന ഉറക്കം ഇല്ലാതാകുന്നത്. ഇവിടെ പറയുക, പ്രഭാഷകൻ 5-ാം അധ്യായം, അതുകൂടെ 2 വചനം എടുത്തിട്ട് ഞാൻ നിർത്തുക. 5-ാം അധ്യായം അവിടെ വ്യക്തമാക്കി വിളിച്ചു പറയുക. 5-ാം അധ്യായത്തിലെ 1 മുതൽ 8 വരെയുള്ള തിരുവചനത്തിലേക്ക് പോകുമ്പോൾ, സമ്പത്തിൽ ആശ്രയിക്കരുത്. സമ്പത്ത് നിന്റെ കിഡ്നിയെ സൗഖ്യപ്പെടുത്തത്തില്ല. സമ്പത്ത് നിന്റെ ആട്ടിനെ സൗഖ്യപ്പെടുത്തത്തില്ല. ദൈവം തന്നേക്കുന്ന അവയവങ്ങൾ കേടായി വന്നെങ്കിൽ നീ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം തമ്പുരാൻ നിന്നെ സൗഖ്യപ്പെടുത്തും. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. സമ്പത്തിൽ ആശ്രയിച്ചത്. ഇനി സമ്പത്തുള്ളവൻ പറയും, ഓ എനിക്കൊന്ന്, അത് ഇവിടെ KC പൗലോസ് പറഞ്ഞു, എനിക്കൊന്നിനും കുറവില്ല, ഞാൻ ആരെ പായിക്കണം, ഞാൻ എന്തിനു പേടിക്കണം, എനിക്കെല്ലാം ഉണ്ട് എന്ന് നീ പറയരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ജീവിക്കരുത്. അതാണ് അവിടെ പറഞ്ഞത്. സ്വാർത്ഥത, അഹങ്കാരം, ഇതെല്ലാം നമ്മളെ പിടികൂടും. ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ഇന്നത്തെ ജനറേഷനും ഇന്നത്തെ തലമുറയും ഇന്നത്തെ മാതാപിതാക്കളും എല്ലാം ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കുക. അത് തന്നെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് നീ പറയരുത്. അരുതേ എന്ന് എടുത്തെടുത്ത് ഒരുപാട് പ്രാവശ്യം പറയുന്ന ഈ ബൈബിളിലെ ഒരു ഭാഗമാണ് പറഞ്ഞത്. അരുതേ, സമ്പത്തിൽ ആശ്രയിക്കരുത്. മേനി പറയരുത്, നിനക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയരുത്. സ്വന്തം കഴിവിൽ ആശ്രയിക്കരുത്. ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. അരുതേന്ന ഈ 8 വരെയുള്ള വചനത്തിൽ പറഞ്ഞ അരുതേ. പക്ഷെ ഈ 8 വചനത്തിൽ എഴുതിയതിലും നമ്മള് അരുതാത്തത് ചെയ്യും. അരുതാത്തതാണ് ചെയ്യുന്നത്.
ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് നീ പറയരുത്, അരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും, തീർച്ച തീർച്ച. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് നീ പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അങ്ങ് താക്കീതായിട്ട് തന്നെ പറയുക. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് നീ പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിലെ തീരുമാനം വൈകരുത്, അരുത്. നാളെ നാളെ ഒന്ന് നീട്ടി വെക്കരുത്, വെക്കരുത്. അവിടുത്തെ ക്രോധം അവിചാര്യമായി ഉണരുകയും ആ ശിക്ഷയിൽ നിന്ന് നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്, ആപത്തിൽ അത് ഉപകരിക്കത്തില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് 1 തീമോത്തിയും കൂടെ എടുത്തിട്ട് ഞാൻ നിർത്തുകയാണ്. 1 തീമോത്തിക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ 6 മുതലുള്ള തിരുവചനം 10 വരെ പറയുകയാണ്. എന്താണ് പറയുന്നത്? അതൊരു ഉപദേശമായിട്ട് പറയുകയാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം ഈ ലോകത്തിലേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ഇത്ര കഠിനാധ്വാനം? എന്തിനാണ്? എന്നാല് ഒരപ്പനും അമ്മയും പറയുന്നതായിട്ട് നമ്മൾ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി, ഇനിയും അവർക്ക് വേണ്ടത് അവരുണ്ടാക്കട്ടെ. അത് തന്നെയാണ്, അവരെ അധ്വാനിക്കാൻ പഠിപ്പിക്കണം. നമ്മളെല്ലാം കൂടെ ഉണ്ടാക്കി ഇടുമ്പോൾ അവരെ തിന്നുകൊഴുത്ത് തോന്നിയവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ തലമുറ. നമ്മൾ പട്ടിണി കിടന്ന പോലെ അവർ കിടക്കരുതെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടതെല്ലാം കുത്തി തള്ളി കയറ്റി കൊടുക്കും. എന്നിട്ടോ ഇന്ന് തലതിരിഞ്ഞ് പോവുക. കണ്ടില്ല ആത്മഹത്യ ചെയ്ത് കണ്ടവന്റെയൊക്കെ പിന്നാലെ പോവുക. അതങ്ങനെ വരുത്തല്ലോ. തീറ്റി നിന്ന് തിമിറ് കയറുമ്പോൾ അഹങ്കാരം കയറും, തിമിറ് കയറും, നെയ്മുറ്റും. പിന്നെ അത് എവിടെങ്കിലും കൊണ്ട് ഇല്ലാതാക്കണ്ടേ, അതിനുവേണ്ടി പോവുകയാണ്. അതുകൊണ്ട് കാരണം ഈ ലോകത്തിലേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നുമില്ല, നമുക്ക് കൊണ്ടുപോകാനും സാധിക്കത്തില്ല. അതുകൊണ്ട് ഓരോ ദിവസങ്ങളും കഴിയട്ടെ. ബാക്കി അവരുടെ ജീവിതം ദൈവത്തിനറിയാമല്ലോ, ദൈവം നോക്കിക്കോളൂ എന്ന്. നമ്മളെന്തിനാ അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നത്? നമ്മളെല്ലാവരും ആകുലപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ജീവിതം കോഞ്ഞാട്ടയാവുകയാണ്. മക്കൾക്ക് പിന്നെ കഷ്ടപ്പാടിനെ പറ്റിയോ വേദനയെ പറ്റിയോ മക്കൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് കണ്ടവന്റെയൊക്കെ പിന്നാലെ പുറത്തു കയറാൻ പോകുന്നത്. അതുകൊണ്ട് തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഇവിടെ പറയാം 8-ാമത്തെ വചനം, ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. 9-ാമത്തെ വചനം പറയാം, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധംപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്നു. നിരവധി വ്യാമോഹങ്ങളും നിവദിക്കുന്നു. അങ്ങനെ വ്യാമോഹങ്ങളാ എന്നു വേണ്ടി ഏജന്റുമാരെ പൈസ തട്ടിപ്പറിച്ചുകൊണ്ട് പോന്നു. വ്യാമോഹങ്ങൾ കൂടുന്നതാ. എന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം. 1 തിമോത്തി ചാപ്റ്റർ 6:6-10 പറയുന്നത്. ധനമോഹത്തിലൂടെ പലരും വിശ്വാസം നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വിധകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ സേവിച്ച ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനതയെ, തമ്പുരാന്റെ മുമ്പില് നമ്മളെ പരമേൽപ്പിച്ചേക്കുന്ന കാര്യങ്ങൾ, എന്റെ ശരീരം, എന്റെ ആരോഗ്യം, എന്റെ സമ്പത്ത്, എന്റെ ബുദ്ധി, സാമർത്ഥ്യം, കഴിവ് എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ നിനക്കൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. ആ വചനം വീണ്ടും നമുക്കൊന്നുകൂടെ എടുക്കാം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 22-23 വചനത്തിലേക്ക് നമുക്ക് പോകാം. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിന്നെ ഇന്ന് ഒരു ജോലി ഏൽപ്പിച്ചെങ്കിൽ ആ ജോലിയെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായതിനേക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മളെ തലയിടണ്ട. നിനക്ക് ദുഷ്കരമായവരിൽ ഇടപെടരുത്. നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യത്തിന് നീ അത് സാധിക്കാനായിട്ട് പോകരുത്. ദുഷ്കരമായ കാര്യങ്ങളിൽ ഇടപെടരുത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് തലയിടരുത്. എന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇതിനെ നിയന്ത്രിച്ചാൽ പ്രഭാഷകൻ 3 ഉപദേശപരമാണ്, പ്രബോധനപരമാണ്, ആജ്ഞാവചമാണ്. തെറ്റുകളെ തിരുത്തേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഈ വചനത്താൽ നമ്മൾ ഏവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.